ചമ്മന്തിന്റെ പിന്നിലൊരു കഥ ഉണ്ട്. ഞാന് ചെറുതാവുമ്പോ അങ്ങനത്തെ ചമ്മന്തി കൂട്ടിയിട്ടാണ് ട്ടോ എന്നും ചോറ് കൊടുക്കുക. ഇത് ഉള്ളിയും ഉപ്പും കൂടി ചതച്ചിട്ട് അതില് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചതാണ്. അങ്ങനെ ഞാൻ ഈ ചെറിയ ഉള്ളി ഇല്ലേ, അത് ചെറിയ ചുവന്നുള്ളി, അത് നന്നാക്കാൻ എടുത്ത അപ്പ തുടങ്ങും ഇവള് ഭയങ്കര കരച്ചിലിട്ടാ. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ ആയിട്ട് നമ്മളുടെ പണിയൊക്കെ തകൃതിയായിട്ട് നടക്കുകയാണ് കേട്ടോ. രാവിലത്തെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നമ്മൾ ഉച്ചക്കത്തെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ബീറ്റ്റൂട്ട് ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ. മോൾക്ക് ബീറ്റ്റൂട്ട് ഉപ്പേരി മതിയാണെന്ന് മീൻ വാങ്ങിച്ചിട്ടില്ല ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ബീറ്റ്റൂട്ട് ഉപ്പേരിയും പിന്നെ മത്തനും പയറും ഒരു എരിശ്ശേരിയും പപ്പടം കാച്ചിയതും ഒക്കെയാണ് ഇട്ടുള്ളത്. അപ്പം കറി വേണ്ടാന്ന് പറഞ്ഞ്, കുമ്പളങ്ങ കറി ഉണ്ടായിരുന്നു, പിന്നെ മോൾക്ക് വേണ്ടാന്ന് പറഞ്ഞ്. അപ്പം ഞാനതൊക്കെ റെഡിയാക്കണം കേട്ടോ. മക്കളൊന്നും സ്കൂളിൽ പോയിട്ടില്ല, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഫ്രണ്ട്സ് വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല രസമല്ലേ ഈ ബീറ്റ്റൂട്ട് കാണാൻ തന്നെ. ഇത് ചെറിയൊരു വെയിലും കൂടി വരുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അടുപ്പിൻ്റെ അങ്ങോട്ട് ചെറിയ വെയിലും ഉണ്ട്, നല്ലൊരു കളറായിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കുഞ്ഞുമോൾ ഇതാ വന്നിട്ടുണ്ട്, ബീറ്റ്റൂട്ട് ഉപ്പേരിയുടെ മുന്നിൽ വന്നിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ അന്വേഷിക്കാൻ വന്നതാണ്. ഇത് ചേച്ചിയുടെ കുട്ടിയാണ് കേട്ടോ. ചേച്ചി ഒരു ഹോസ്പിറ്റലിൽ സിസ്റ്ററായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ അവൾ മൂത്ത കുട്ടിക്ക് 16 വയസ്സായി. രണ്ടാമത് പിന്നെ ഒത്തിരി വൈകി, രണ്ടാമതല്ല പിന്നെ ഒരു മോനുണ്ട്, ഇത് മൂന്നാമത്തെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബീറ്റ്റൂട്ട് ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ തേങ്ങയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയും കൂടി ചതച്ചിട്ട് ഒരു ഇതാക്കിയിട്ട് ഇങ്ങനെ ഇടും കേട്ടോ. ഇതുണ്ടെങ്കിലാണ് എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ ഉണ്ടാക്കിയാൽ വെറുതെ ഉപ്പേരി ആക്കിയാൽ ഇഷ്ടമല്ല കേട്ടോ. നമ്മളിവിടെ മലപ്പുറം ജില്ലയിൽ ഉപ്പേരി എന്നാണ് പറയാം. ഈ സംഭവം തന്നെ തോന്നുന്നു തോരൻ എന്ന് അറിയണത് അല്ലേ. നമ്മളെ തിരുവനന്തപുരം കോട്ടയം ഭാഗത്തേക്കൊക്കെ ഇവിടെ ഞങ്ങൾക്ക് ഇത് ഉപ്പേരിയാണ് കേട്ടോ. ഞങ്ങൾ എല്ലാത്തിനും ഉപ്പേരി എന്ന് പറയും. മെഴുക്ക് പുരട്ടി തോര അങ്ങനെ വേറെ ഒന്നും ഞങ്ങൾ പറയില്ല. ഞങ്ങൾക്ക് എല്ലാം ഉപ്പേരി തന്നെ. അപ്പോൾ നല്ല അടിപൊളി ചോറും കറിയൊക്കെ ആയി. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇനി വൈകുന്നേരം ശ്രീകൃഷ്ണ ജയന്തിക്ക് പോകാനിട്ടാ. ഇന്ന് ശ്രീകുട്ടനോട് പറഞ്ഞു, അമ്മ ഞാൻ ശ്രീകൃഷ്ണൻ കെട്ടട്ടെ എന്ന് ചോദിച്ച്. ഇവിടെ എല്ലാവരും ശ്രീകൃഷ്ണനൊക്കെ കെട്ടുന്നുണ്ട്, കുട്ടികൾ അവരുടെ പ്രായത്തിലുള്ളവരൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, ഞാനും പോവുകയാണെങ്കിൽ ഒപ്പം നടക്കാനൊക്കെ. അപ്പോൾ എനിക്കാണെങ്കിൽ മോൾക്ക് കഫക്കെട്ടൊക്കെ. അപ്പോൾ പിന്നെ അത് മാത്രമല്ല മറ്റൊരു രണ്ടാളും ഇല്ലല്ലോ, കിച്ചുമോനും ഹരിക്കുട്ടനും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവനെ മാത്രമായിട്ട് പറഞ്ഞയക്കുമ്പോൾ പിന്നെ സങ്കടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയും, സത്യം പറഞ്ഞാൽ ഇവൻ മാത്രം ഇവിടെ നിൽക്കൽ തുടങ്ങിയതിന് ശേഷം ഞാൻ അങ്ങനെ പറഞ്ഞയക്കലില്ല. അവർ മൂന്നാളും കൂടി ഉണ്ടായതല്ല. അപ്പോൾ പിന്നെ മൂന്നാളും ഇല്ലാതെ ഒരു കാര്യത്തിനും പറഞ്ഞയക്കുമ്പോൾ എനിക്കൊരു സങ്കടമാണ് കേട്ടോ. അത് അവരുടെ ജീവിതത്തിൽ വലിയ നഷ്ടമാണെന്ന് അറിയാം, പക്ഷെ എനിക്ക് എൻ്റെ മനസ്സതിന് സമ്മതിക്കില്ല. അതാ പ്രശ്നം. എന്താ ചെയ്യേ. ഇപ്പം അവർ നീന്താനൊക്കെ പഠിച്ചത്ര അവിടെ നിന്ന്. മക്കളതിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിരുന്നു. തുമ്പി എന്താ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാ? അക്കൗണ്ടൻസിലെ എന്താല്ലേ ടേബിൾ മൈന്ന് എഴുതായതിന് അമ്മർത്താണെങ്കിലും പോയിട്ട് ഇങ്ങനെ കഴുത്ത് അടയില്ല എനിക്ക്. ഇതിന്റെ ചേച്ചിയുടെ കുട്ടിയാണ് കേട്ടാ. തുമ്പി മൂത്ത കുട്ടിയാണ്. ഇവളുടെ താഴെ ഉള്ളതാണ് ആ ചെറിയ കുട്ടിട്ടാ. ഇതാണ് എന്റെ അഞ്ചുട്ടി ഇതാ. അപ്പൊ ഇവളെ കാര്യം എന്താ വെച്ചാല്, ഇത് ചെറുതാവുമ്പോ ഞാൻ ഇപ്പൊ കാണിച്ചു തന്ന ആ ഉള്ളിച്ചമ്മന്തി ഇല്ലേ, ആ ചമ്മന്തി കൂട്ടിയിട്ടാണ് കേട്ടാ ചോറ് എടുക്കുന്നു. ഉള്ളിയും ഉപ്പും കൂടി നന്നായി ചതച്ചിട്ട് അതില് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ കൊടുക്കട്ടാ. അപ്പൊ എന്നും ഞാൻ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഒരു 6 മാസം മുതൽ അതന്നെ കൊടുക്കട്ടാ. അപ്പൊ എന്നും ചമ്മന്തിക്ക് വേണ്ടിയിട്ട് അരയ്ക്കുമ്പോ എന്താണ് അഞ്ചുട്ടി ചെയ്യേ? ഓള് കരയമ്മ. ഞാനില്ലേ ഉള്ളി നന്നാക്കാൻ എടുത്ത അപ്പൊ തുടങ്ങുമ്പോൾ ഇവിടെ അച്ഛമ്മന്റെ മഴയിൽ നിന്നിട്ട് ഭയങ്കര കരച്ചിലിട്ടാ. അപ്പൊ ഞാൻ വിചാരിക്കും ഗ്യാരണ്ടിയുടെ ചെയിനാട്ടാ, നമ്മളെ തിരൂർപ്പൊന്നിന്റെ. അപ്പൊ കഴുത്ത് ചൊറിഞ്ഞിട്ട് വയ്യാണ്ട് ഊരി വെച്ചതായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങോട്ട് കാണാൻ പോവാൻ നിക്കാണ്. എന്താ വെച്ചാല് മൈക്ക് ഞാൻ നേരത്തെ ഊരി വെച്ചതായിരുന്നു, അല്ലെങ്കിൽ സൗണ്ട് തീരെ കേൾക്കൂലട്ടാ. അപ്പൊ ഇവൾക്ക് ഈ ചമ്മന്തി ഇതാ, അത് ഇവളുടെ ഫേവർ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അഞ്ചുട്ടിക്ക് ഇഷ്ടമുള്ള ചമ്മന്തി ഇതാണ് കേട്ടാ. ചമ്മന്തിന്റെ പിന്നിലൊരു കഥ ഉണ്ട്. ഞാന് ചെറുതാവുമ്പോ അങ്ങനത്തെ ചമ്മന്തി കൂട്ടിയിട്ടാണ് ട്ടോ എന്നും ചോറ് കൊടുക്കുക. ഇത് ഉള്ളിയും ഉപ്പും കൂടി ചതച്ചിട്ട് അതില് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചതാണ്. അങ്ങനെ ഞാൻ ഈ ചെറിയ ഉള്ളി ഇല്ലേ, അത് ചെറിയ ചുവന്നുള്ളി, അത് നന്നാക്കാൻ എടുത്ത അപ്പ തുടങ്ങും ഇവള് ഭയങ്കര കരച്ചിലിട്ടാ. അപ്പൊ ഞാൻ വിചാരിക്കും, അയ്യോ പാവം എന്റെ കുട്ടി കണ്ടില്ലേ, ഇതിനിപ്പോ എരിവുണ്ട് എന്ന് പറയാനും വയ്യല്ലോ. ചെറിയ കുട്ടിയല്ല, ഒരു വയസ്സ് ആയിട്ടില്ല, ചെറിയ കുട്ടിയാണ്. അപ്പൊ പാവം എരിഞ്ഞിട്ടാവും ഇങ്ങനെ കരയണത്. എന്തെങ്കിലും ഒന്ന് കൂട്ടാൻ കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഓക്കാനിക്കാനും ഛർദ്ദിക്കാനും തുടങ്ങും, തിന്നൂല്ല ചോറ്.
എന്തെങ്കിലും കൊടുക്കണ്ട. അപ്പൊ എരിവുള്ളത് കൊടുക്കാനാണ് എനിക്ക് പേടിയാണേനു. അപ്പൊ ഞാനിങ്ങനെ പേടിച്ചിട്ടാണെങ്കിലും പാവം നല്ല അരച്ചിട്ട് കൊടുക്കും. എന്നും കരയൂട്ടാ. അപ്പൊ ഞാൻ എന്നും മനസ്സിൽ വിചാരിക്കും, അയ്യോ കഷ്ടം എന്റെ കുട്ടി പാവം, തിന്നണത് ഓർക്കുമ്പോ തന്നെ കരയാണ് എന്ന് വിചാരിക്കും. അച്ഛമ്മനെ മടിയിൽ നിന്ന് കയ്യും കാലൊക്കെ ഇട്ട് അടിക്കും, ഇന്നെ നോക്കി കരയും, ഇങ്ങനെയൊക്കെ കാട്ടിട്ടോ, പല ആക്ഷനും കാട്ടിട്ട് വർത്താനം പറയാനൊന്നും തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു ദിവസം മോളെ ഞാൻ ആ ചമ്മന്തി ഇല്ലേ അരച്ചിട്ട് ഇങ്ങനെയാണ് കൊണ്ടുവന്നിട്ട് വെച്ച, ചോറ് എടുത്തിട്ടില്ലേ ചമ്മന്തി ഇവിടെ കൊണ്ടുവന്ന് അച്ഛമ്മനെ മടിന്ന് ഇവിടെ അച്ഛമ്മന്റെ കയ്യിൽ കാല് മാത്രോ ചമ്മന്തി ഒറ്റ ചാട്ടം. എന്നിട്ട് അത് ചമ്മന്തി അങ്ങനെ വായല് വെച്ച് തട്ടി പറിച്ചിട്ട് ഞാൻ ആകെ അന്തം വിട്ടുപോയി. അന്നാണ് എനിക്ക് മനസ്സിലായത് ഈ ചമ്മന്തി തിന്നാൻ വേണ്ടി കരയും. ചമ്മന്തിക്ക് ആർത്തിയായിട്ടേ ഞാൻ നന്നാക്കാനുള്ള ക്ഷമ ഓൾക്കില്ല. നന്നാക്കിയിട്ട് പിന്നെ അരച്ചാലല്ലേ ഇപ്പൊ ചമ്മന്തി ആവുള്ളൂ. അപ്പൊ കുട്ടിക്കറിയത് ഈ ഉള്ളിയേറ്റാണ് ഈ ചമ്മന്തി ഉണ്ടാക്കണെന്നുള്ള കാര്യം. ഉള്ളി ആ കൊട്ടേന്ന് എടുത്താൽ തുടങ്ങും ഇവിടെ മൂക്കം കരച്ചില്. അങ്ങനെ എനിക്ക് അന്നാ മനസ്സിലായത് ഇവൾക്ക് ഈ ചമ്മന്തിക്ക് വേണ്ടിയിട്ടാണ് കരയണത്. ഇപ്പോഴും ഇവൾ ഈ ചമ്മന്തി ഇങ്ങനെ കൂട്ടുള്ളൂ. എല്ലാരും ഉള്ളിച്ചമ്മന്തി എന്ന് പറഞ്ഞാല് ചുവന്ന മുളകും പിന്നെ ഉള്ളിയും പുളിയും ഒക്കെ കൂടി ഇട്ടിട്ടുള്ള ചമ്മന്തി അല്ലേ ഒരു പ്രായം കഴിഞ്ഞാൽ കൂട്ടുക. ഇവക്കിത് 10-14 വയസ്സായെങ്കിൽ കൂടിയിട്ട് അന്ന് ഞാൻ 6 മാസത്തിൽ കൊടുത്തിരുന്ന അതേ ചമ്മന്തി കണ്ട ഡബിള് ഒപ്പുണ്ട്. ഈ ചമ്മന്തിയാണ് ഇപ്പോഴും കൂട്ടുക. അതിനതാണ് ഇഷ്ടം കേട്ടാ. ഭയങ്കര തീറ്റോട് തീറ്റ. പിന്നെ ഇജ്ജ് എന്തെങ്കിലും അച്ഛമ്മനെ കാണുകയാണെങ്കിൽ ചോദിച്ചു നോക്ക് ശരിക്കും പോലെ ഉണ്ടായതാണോന്ന്. ശരിക്കും പോലെ ഉണ്ടായ കഥയാണ് മോളെ. പക്ഷെ എന്റെ കുട്ടികൾക്ക് 3 ആൾക്കും ഇത് അരച്ചു കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാല് പാവാണ്, ആ ചെക്കന്മാർക്ക് മാത്രം ആ ചമ്മന്തി ഇതുവരെ കൂട്ടാൻ പറ്റിയിട്ടില്ല. അവർക്ക് ആവുമ്പക്ക് പൊളിച്ചെടുക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ആരെങ്കിലും ഒന്ന് കുട്ടികളെ നോക്കാൻ വേണ്ടേ. 3 ആളും കൂടി ഒരേ പ്രായമല്ലേ, കിടന്നിങ്ങനെ ഉരുണ്ട് കളിക്കുമ്പോ ചമ്മന്തിക്ക് ഉള്ളി തോലൊളിക്കാനും കൂടി സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് ആ ചമ്മന്തി ഉണ്ടാക്കി കൊടുത്തിട്ടില്ല കേട്ടാ. അതുകൊണ്ട് കുട്ടികൾക്ക് ആ ഒരു ചമ്മന്തി. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് കേട്ടോ ശ്രീകൃഷ്ണ ജയന്തിന്റെ ആഘോഷം കാണാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി പൂവാണ് കേട്ടോ. അത് നമ്മളെ മുറ്റത്തുള്ളതാണ്. ഇതിന് പേരെന്താന്ന് ആർക്കെങ്കിലും അറിയോ? ആരെങ്കിലും കമന്റ് ചെയ്യണേ. കാണാൻ നല്ല ഭംഗിയാണ്. എങ്ങോട്ടാണ്? കാണാൻ പോവല്ലേ? ജുബൊക്കെ അത് വൈകുന്നേരം ആവും തോറും അത് നല്ല നല്ല കളറായി മാറി വരും. ഇപ്പൊ ഇവളുള്ളതുകൊണ്ട് തന്നെ ശ്രീകുട്ടിന് കുറച്ചൊരു സമാധാനമാണ് കേട്ടോ. മറ്റൊരു 2 ആളെയും വല്ലാണ്ട് അങ്ങോട്ട് മിസ് ചെയ്യണില്ല, അവരും കൂടി ഒപ്പമുള്ളതുകൊണ്ട്. ഇതൊരു പാപ്പന്റെ ഭാര്യ കേട്ടാ. ഞങ്ങള് പോവാണ്, ഞങ്ങള് ഫ്രണ്ടിലെ കൈ പിടിക്കണൊക്കെ ഇപ്പൊ കുറച്ചിലായി തോന്നണോൾക്ക്. ഞങ്ങള് ചെന്നപ്പോ കൊറേ പേര് അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കൊറേ പേര് ഘോഷയാത്രക്ക് പോയിക്കണ്. അമ്മ കയറി വരുന്നുള്ളൂ കേട്ടാ. അമ്മ നല്ല സെറ്റൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ കസേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇരുട്ടാവാനായപ്പോഴേക്കും ഘോഷയാത്ര ഒക്കെ ഇങ്ങോട്ട് എത്തിയിട്ടാ. ശ്രീകുട്ടനും കണ്ണനും ഭയങ്കര സന്തോഷമായി. ശ്രീകുട്ടൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഈ ഘോഷയാത്ര ഒക്കെ. ഞങ്ങളവിടെ ഒന്നും നടുവട്ടത്ത് ഇങ്ങനെ ഘോഷയാത്രയ്ക്കൊന്നും പോക്കില്ല, കണ്ടിട്ടുമില്ല കേട്ടോ. അവൻ ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ്. അവന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവിടെ പിന്നെ പായസം, ലഡു, മധുരം, അവില്, ശർക്കര ഇട്ട് കുഴച്ചത് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു പരിപാടിയൊക്കെ. പിന്നെ രാത്രി ആയാണ്ടായപ്പോഴേക്കും ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നാളെ പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.